എന്താ ഈ കാണിച്ചിരിക്കുന്നേ? അത് പൊട്ടിച്ചപ്പോ സമാധാനം കിട്ടിയോ? അത് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിട്ട്. ഈ കിടന്ന കിടപ്പിലും അഹങ്കാരം കാണിച്ചിട്ടായിരിക്കും. കൽപ്പനെ, ഇതൊന്ന് പെട്ടെന്ന് വൃത്തിയാക്ക്. ബാക്കിയുള്ളൊരു കാലിലും കുപ്പിച്ചില് കയറണ്ട. എന്താ പറഞ്ഞതനുസരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കറിയാം. അതെങ്ങനെയാ? നടു ഒടിഞ്ഞു കിടക്കുമ്പോഴും കണിമംഗലത്തെ പൊന്നു തമ്പുരാട്ടിയാണെന്നുള്ള പഴയ വിചാരമല്ലേ? അന്ന് എന്നോട് കണക്ക് തീർക്കാൻ നടന്നതുപോലെ ഇപ്പോഴും സാധിക്കുമെന്ന് കരുതിയിരിക്കുവാണോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല ഉർവശി. ശരിക്കും എനിക്ക് വയ്യാഞ്ഞിട്ടാ. ഒട്ടും വയ്യടി. ഓ, ഇത്രയൊക്കെ സ്വരം താഴുവോ? കണ്ണ് നിറയുന്നുണ്ടല്ലോ. എവിടെ? ഞാൻ ശരിക്കും ഒന്ന് നോക്കട്ടെ. കണിമംഗലത്തെ പൊന്നുതമ്പുരാട്ടിയുടെ കണ്ണ് നിറഞ്ഞേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മുതലേ വെള്ളം കൊണ്ട് വെക്കണ്ട. തട്ടിയിട്ട് പൊട്ടിച്ചാലേ നഷ്ടം എനിക്കും എന്റെ ഭർത്താവിനുമാ. കിടക്കുന്ന കിടപ്പിൽ എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. എന്നോട് കാണിച്ചു കൂട്ടിയിട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് ആലോചിക്ക്. അപ്പോ ഈ ഉർവശി ചെയ്യുന്നതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാൻ പറ്റും. എന്താടി കൽപ്പനെ? മുത്തശ്ശിക്ക് ഒട്ടും വയ്യ. ഇങ്ങനെ കിടന്ന ചിലപ്പോ മരിച്ചു പോവും. എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കൊടുക്കാം. ഓ, നീ ഇപ്പൊ കൂറുമാറിയോ? എപ്പോഴാടി കണിമംഗലം ജയഭാരതിയെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? ഇതൊക്കെ മിക്സി പൊടിച്ചെടുക്കണം നമ്മ പറയായിരുന്നു. അത് പറ്റില്ല, അത് ഞാനും. ആറ്റുശ്ശേരി സദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയ രുചിക്കൂട്ടുകളൊക്കെ തിരിച്ചു വരുത്തണ്ടേ അച്ഛാ? വേണ്ടേ? മോളെ, മോളിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അമ്മ പറയുന്നതായിരിക്കും. പക്ഷെ പഴയ രുചികൾ ആളുകളുടെ നാവിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ തന്നെ നോക്ക്, ഇതിന്റെ വാസന അങ്ങ് ദൂരെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ അറിയാതെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും. എന്താ യശോദയ്ക്ക് സംശയം വല്ലതുണ്ടോ? എനിക്ക് സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എന്നാലേ ഇതിന്റെ കൂട്ടുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ, അത് നല്ലതാ. എന്റെ ദേവേട്ട, ഞാൻ ഇവള് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ഒരു കൂട്ട് ഞാൻ ചെയ്തു വരുമ്പോ ശരിയാവില്ല. അതാ കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഈ ആറ്റുവാശ്ശേരി സദ്യ ഇത്രയും ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയോ? എന്റെ മോള, അല്ലാതെ സഹായിയായിട്ട് നിൽക്കുന്ന താനല്ല. ഞാൻ സമ്മതിച്ചു. ഐശ്വര്യമുള്ളവർ ആത്മാർത്ഥതയോടെ ഒരു മേഖലയിൽ കൈവച്ച വിജയമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതാ പണ്ട് മുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. അമ്മ മിണ്ടാതെ നോക്കി നിൽക്കല്ലേ, കുറച്ചു കഴിയുമ്പോ തുടങ്ങും. എന്റെ മോള് കഷ്ടപ്പെടുന്ന കണ്ടോ, ദൈവങ്ങൾക്ക് പോലും കരുണയില്ലല്ലോ എന്നൊക്കെ. ദൈവങ്ങൾക്കൊക്കെ നല്ല കരുണയുണ്ട്. അതുകൊണ്ടാ നമ്മൾ ഈ തുടങ്ങിയ സംരംഭം ഇപ്പൊ ഇത്ര നന്നായിട്ട് പോകുന്നത്, അല്ലേ അച്ഛാ? നിങ്ങള് പെട്ടെന്ന് തന്നെ തിരിച്ചു വരില്ലേ? പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. മുത്തശ്ശിക്ക് ഇപ്പൊ പനി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉർവശിയെ വിളിച്ച് ചോദിച്ചിരുന്നു. പനി കുറഞ്ഞെന്നാ പറഞ്ഞത്. അമ്മ മുത്തശ്ശിയോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നോ?
ഇല്ല. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിരുന്നു, അമ്മയെ കിട്ടിയില്ല. തിരിച്ചു വിളിക്കുമായിരിക്കും. നീ ഇനി അതോർത്ത് സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ട. നാളെ രാവിലെ അമ്മയെ വിളിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. അപ്പൊ സമാധാനം കിട്ടുമല്ലോ നിനക്ക്. ആ ശരി, നിങ്ങൾ ഉറങ്ങാറായോ? ആ, കിടക്കാനുള്ള ഒരുക്കത്തിലാ. അല്ല, എവിടെ വെച്ചാ നിങ്ങളിപ്പോ? ആ, ഇപ്പൊ ഏറ്റുമാനൂരില്ല. അവിടെ ഏത് ഹോട്ടലിലാ? ഹോട്ടൽ ഗ്രാൻഡില്. നമ്മൾ സാധാരണ വന്ന അവിടെ അല്ലേ താമസിക്കാറ്. ആ, എന്നാ ശരി അച്ഛാ. അച്ഛനും അമ്മയും താമസിക്കുന്നത് ഇവിടെയാണെന്ന് അറിഞ്ഞാൽ അവനത് സഹിക്കില്ല. ഇപ്പൊ മനസ്സിന് സമാധാനായില്ലേ? ഇനി കിടന്നുറങ്ങിക്കൂടെ? ഇല്ലടോ, എനിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നോളാം. താൻ കിടന്നു, വെളുപ്പിന് എഴുന്നേക്കാനുള്ളതല്ലേ.